രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗെയിം അവയർനെസ് ആണ്. ഇപ്പൊ പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ചധികം മിസ്അണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ജെനുവിൻ ആയിട്ടിരുന്നാൽ മാത്രം മതി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും കപ്പ് കിട്ടും, എന്നെ ആൾക്കാർ മനസ്സിലാക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. അതൊരു ഫേക്കായിട്ടുള്ളൊരു എന്താ പറയാ, വെറും ഒരു ഫേക്ക് ചിന്താഗതി മാത്രമാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ഗെയിം ഷോ കൂടിയാണ്. ടാസ്ക്, ക്യാപ്റ്റൻസി, ബാറ്റിൽസ്, നോമിനേഷൻസ് ഇതെല്ലാം സ്ട്രാറ്റജി ആവശ്യമുള്ള മൊമെന്റ്സുകൾ തന്നെയാണ്. ഇവിടെ ജയിച്ചവർ നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൗസിന്റെ ഗെയിം സ്ട്രക്ചർ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എപ്പോൾ അഗ്രസീവ് ആകണം, എപ്പോൾ സൈലന്റ് ആകണം, അതൊക്കെ അവർക്ക് അറിയാം. പേഴ്സണാലിറ്റി മാത്രം പോരാ, ഗെയിം അവയർനെസ് കൂടി വേണം എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. സോ ഗെയിം അവയർനെസ് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇതിനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ പ്രീവിയസ് ഉള്ള സീസൺസ് കുറെ റാൻഡംലി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് അവിടുത്തെ ഗെയിം ഉണ്ടായിരുന്നത്, ഏതൊക്കെ ഗെയിം ഉണ്ടായിരുന്നു, അവിടെ വിജയിച്ചവർ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്, ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. രണ്ടാമത്തെ കാര്യം,